all, welcome back to another video of X and Y Learning. So, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു 7 crores ക്വസ്റ്റ്യൻ കൊണ്ടാണ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു കാര്യം നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 crore ഇന്ത്യൻ മണിയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഞാനല്ല തരാൻ പോകുന്നത്, എന്താന്ന് ഞാൻ പറയാം. ഓക്കെ, അതാണ് കൊലാറ്റ്സ് കൺജക്ചർ. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊലാറ്റ്സ് കൺജക്ചർ എന്ന് പറയുന്നത്. കൊലാറ്റ്സ് എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യമാണിത്. കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ അത് പ്രൂവ് ആയിട്ടില്ല. അതാണ് സംഭവം വളരെ ഈസി കാര്യമാണ്. അതായത് നമ്മൾ ഏതൊരു ഹോൾ നമ്പറും പിക്ക് ചെയ്യുക, എനി ഹോൾ നമ്പർ. അത് ഈവൻ ആണെങ്കിൽ നമ്മൾ അതിന് 2 വെച്ച് ഡിവൈഡ് ചെയ്യും. ഓഡ് ആണെങ്കിൽ we will multiply it by 3 and add 1. ഓഡ് നമ്പർ ആണെങ്കിൽ അതിനോട് നമ്മൾ 3 മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് 1 ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന നമ്പർ വീണ്ടും വീണ്ടും ഇതേ സ്റ്റെപ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് സപ്പോസ് ഞാൻ 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, 6 ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്താണ്, ഈവൻ നമ്പർ ആണെങ്കിൽ ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. സോ ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോൾ 3 കിട്ടി. ഇനി 3 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ബൈ 3 ആൻഡ് ആഡ് 1. സോ 3 into 3 എന്ത് വന്നു, 9. 9 plus 1 10 എന്ന് വന്നു. അതാണ് നമ്മുടെ തേർഡ് ടേം. നെക്സ്റ്റ് 10 എന്താണ്, ഈവൻ ആണ്. സോ എന്താണ് ചെയ്യേണ്ടത്, ഡിവൈഡഡ് ബൈ 2 5 വന്നു. 5 ഓഡ് ആണ്. സോ മൾട്ടിപ്ലൈ ബൈ 3 plus 1 16 എന്ന് വരും. 16 എന്താണ്, ഈവൻ ആണ്. സോ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് വന്നു. ആൻഡ് അഗെയിൻ 4 വീണ്ടും ഈവൻ നമ്പർ ആണ്. സോ അഗെയിൻ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു, 2 വന്നു. നെക്സ്റ്റ് 2 എന്താണ്, ഒരു ഈവൻ നമ്പർ ആണ്. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്തു, വന്നു 1 വന്നു. 1 എന്താണ്, ഓഡ് നമ്പർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ബൈ 3 plus 1 4 എന്ന് വന്നു. വീണ്ടും ഈ സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തെത്തും, ഈ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിൽ എത്തും. കേട്ടോ, ഈ ഒരു 4 2 ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും, അതായത് ഇനി ഞാൻ അങ്ങോട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താ തന്നെയാ വരിക, 4 2 1 കഴിഞ്ഞു. 1 കഴിഞ്ഞാൽ വീണ്ടും എന്താ വരേണ്ടത്, 1 into 3 plus 1 that is 4. വീണ്ടും അടുത്തത് എന്താ വരിക, 2. വീണ്ടും അടുത്തത് എന്താ വരിക, 1. സോ കണ്ടോ, ഇവിടെ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ്. ഈ ഒരു 4 to 1 പെട്ടുപോകും. നമ്മൾ ഏത് നമ്പർ, ഇപ്പം കൊലാറ്റ്സ് കൺജക്ചർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത്, ഇപ്പൊ ഞാൻ 6 വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്, ചെറിയൊരു നമ്പർ ആയിരുന്നു. പക്ഷെ സ്റ്റിൽ നമ്മൾ എവിടെ എത്തുന്നത്, ഈ ഒരു 4 to 1 എന്ന് പറയുന്ന ഒരു ലൂപ്പിലേക്കാണ് എത്തുന്നത്. ഇനി നിങ്ങൾ വിചാരിക്കും ഇത് ചെറിയ നമ്പർ ആയതുകൊണ്ടാണെങ്കിലോ വരുന്നത്, അല്ല. വേറൊരു നമ്പർ കൊണ്ട് കാണിച്ചു തരാം. വേറൊരു നമ്പർ 27 എന്ന് പറയുന്ന നമ്പറാണ് ഞാൻ എടുക്കുന്നത്. 27. ഓക്കെ, 27 വലിയ നമ്പർ ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഇതെടുക്കുമ്പം കുറെ സ്റ്റെപ്സ്, അത് ഇത്രയും സ്റ്റെപ്സ് നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 100 സ്റ്റെപ്സിന് മേലെ പോകുന്നുണ്ട്. 100, അതായത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 100 സ്റ്റെപ്സിന് മേലെ വരെ പോകും. ബട്ട് സ്റ്റിൽ ലാസ്റ്റ് അത് എവിടെയൊക്കെ എത്തുന്നത്, ഈ 4 to 1 എന്ന് പറയുന്ന ലൂപ്പിലേക്കാണ് എത്തുന്നത്. കാണുന്നുണ്ടോ, അത് എവിടെ വരെ പോകുന്നുണ്ട് നോക്കിക്കേ. 77th സ്റ്റെപ്പിൽ അത് 9232 വരെ എത്തുന്നുണ്ട്. അതായത് 27 നമ്മൾ ഇതേ സെയിം മെത്തേഡ്, 27 ഓഡ് ആയതുകൊണ്ട് നമ്മൾ അത് ചെയ്തു. പിന്നെ നമുക്ക് മേ ബി ഈവൻ നമ്പർ കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 100 സ്റ്റെപ്സിന് മേലെ കഴിയും. ബട്ട് സ്റ്റിൽ അത് എവിടേക്ക് എത്തുന്നുണ്ട്, നമ്മുടെ ആ ഒരു 4 to 1 എന്ന് പറയുന്ന ആ ലൂപ്പിലേക്ക് എത്തും. സോ ഏത് ഹോൾ നമ്പർ വെച്ച് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ എത്തുമെന്നാണ് പറയുന്നത്. ഇപ്പൊ നോക്കിക്കേ, 27 എന്ന് പറയുന്നത് നമ്മൾ 77th സ്റ്റെപ്പിൽ 9232 വരെ എത്തി. എന്നിട്ട് പോലും അത് തിരിച്ചെവിടെ എത്തുന്നുണ്ട്, പെട്ടെന്ന് താഴേക്ക് പോകുന്നതുകൊണ്ടോ 4 to 1 പെട്ടെന്ന് അത് താഴേക്ക് പോയി. സോ ഇതാണ് കൊലാറ്റ്സ് കൺജക്ചറിൽ പറയുന്നത്. അതായത് നമ്മൾ ഏതൊരു നമ്പർ എടുത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എവിടേക്ക് എത്തുന്നു, ഈ ഒരു 4 to 1 എന്ന് പറയുന്ന ലൂപ്പിൽ നമ്മൾ പെട്ടുപോകും. ലാസ്റ്റ് നമ്മൾ അവിടെ തന്നെ പെട്ടപ്പം വളരെ കുറെ നമ്പേഴ്സ്, വലിയ നമ്പേഴ്സ് ഒക്കെ വെച്ച്, വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അല്ലെ, ഫാസ്റ്റ് കമ്പ്യൂട്ടേഴ്സിലൊക്കെ കുറെ കോടികൾ, ബില്യൺസ് ഓഫ് നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ടും എന്താണ് സംഭവിക്കുന്നത്, ഈ 4 to 1 തിരിച്ചെത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്താണ് പ്രശ്നം, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ എന്നാൽ പോലും എന്താണ്, ഇതിനൊരു ജനറൽ ആയിട്ടൊരു പ്രൂഫ് ഇല്ല. കണ്ടില്ലേ, ബിക്കോസ് ചെക്കിംഗ് ട്രില്യൺസ് ഓഫ് നമ്പേഴ്സ് ഓൺ എ കമ്പ്യൂട്ടർ ഇസ് നോട്ട് എ മാത്തമാറ്റിക്കൽ പ്രൂഫ്. അല്ലെ, നമുക്ക് എല്ലാ നമ്പറും, ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട് അല്ലെ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ അവിടെ അത്രയും വലിയൊരു നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാത്തത് എന്ന് നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ എന്നാലും നമ്മൾ മാക്സിമം കുറെ നമ്പറുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട്. ബട്ട് സ്റ്റിൽ മേ ബി ഉണ്ടാവാം അല്ലെ, അപ്പം എന്താണ്, ദർ കുഡ് ബി എ മാസീവ് നമ്പർ ഹിഡൻ ഔട്ട് ദർ. മേ ബി ഒരു വലിയൊരു നമ്പർ ഉണ്ടാവും, ഏതോ നമുക്ക് എണ്ണാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു നമ്പർ ഉണ്ടാവാം. ഇത് വർക്ക് ചെയ്യാത്തത് അല്ലെ, നമുക്കറിയില്ല. നമ്മളെല്ലാം നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ, കാരണം അത്രയും ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫ് വേണം. അതായത് ഏതൊരു ഹോൾ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഇത് വർക്ക് ആവും എന്നുള്ളൊരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല.
ഓക്കെ, ഇതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ല. ഇത്രയും കാലമായിട്ടും കുറെ മാത്തമാറ്റീഷ്യൻസ് ഇതിന്റെ മേലെ വർക്ക് ചെയ്തിട്ടും ഇതുവരെ ഇത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതായത് ഏതൊരു ഹോൾ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആവുമെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. സോ അതിനെയാണ് നമ്മൾ കൊലാറ്റ്സ് കൺജക്ചർ എന്ന് പറയുന്നത്. കൊലാറ്റ്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് 1937 ഇത് കണ്ടുപിടിച്ചത്. പക്ഷേ 1937 ഇപ്പൊ 2026 ആയി, ബട്ട് സ്റ്റിൽ ഇത് പ്രൂവ്ഡ് അല്ല. ഓക്കെ, സോ എന്തുകൊണ്ട് അതിന് കൺജക്ചർ എന്ന് പറയുന്നത്? കൺജക്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ട്രൂ ആണ്, ബിക്കോസ് നമ്മൾ കുറെ നമ്പേഴ്സിന്റെ ട്രൈ ഔട്ട് ചെയ്തിട്ടും ട്രൂ ആണ്, ബട്ട് സ്റ്റിൽ എന്താണ്, പ്രൂഫ് ഇല്ല. അതിനാണ് നമ്മൾ കൺജക്ചർ എന്ന് പറയുന്നത്. സോ ഇത് അതുകൊണ്ടാണ് ഇതിനെ കൊലാറ്റ്സ് കൺജക്ചർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തുകൊണ്ടാണ് ഇനി ഒരു 7 crores കഥ പറഞ്ഞില്ലേ? അതായത് ഒരു ജാപ്പനീസ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ഇത് സോൾവ് ചെയ്യുന്ന ആൾക്ക്, ഇത് പ്രൂവ് ചെയ്യുന്ന ആൾക്ക് 120 million ജാപ്പനീസ് yen കൊടുക്കുമെന്നാണ്, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 7 to 8 crore. 7 കോടിയുടെയും 8 കോടിയുടെയും ഇടയിലാണ് ഇന്ത്യൻ മണിയിൽ ഈ ഒരു പ്രൈസ് വരുന്നത്. സോ അവർ നമ്മളെ ചാലഞ്ച് ചെയ്യാണ്, ഈ ജാപ്പനീസ് കമ്പനി, ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പൈസ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ എല്ലാവരും എന്താണ് മാത്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതുപോലെ സോൾവ് ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു വലിയൊരു പ്രൈസ് മണി മുന്നിൽ കണ്ട് ഇത് എനിക്ക് വാങ്ങിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതെന്തായാലും ട്രൈ ഔട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ കമന്റിൽ പറയാം, ഞാൻ ഇത് ട്രൈ ഔട്ട് ചെയ്യും, നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുമോ നോക്കട്ടെ എന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യാം. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. സോ മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ ബോറിംഗ് ഒന്നല്ല. ഇത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ല. കാരണം ഞാൻ ഏത് ക്രോർസ് ആൻഡ് ക്രോർസ് ഓഫ് ബിഗ് നമ്പേഴ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു സ്റ്റെപ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെവിടേക്ക് എത്തുന്നു? ഈ 4 to 1 എന്ന് പറയുന്ന ലൂപ്പിലേക്ക് തന്നെ, അതായത് 1ലേക്ക് തന്നെ എത്തിപ്പെടുന്നു. അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ സ്റ്റിൽ എന്താണ്, അത് പ്രൂവ് ചെയ്തിട്ടില്ല. ഇത്രയും വലിയ സയന്റിസ്റ്റുകൾ നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടും എന്തായിട്ടില്ല, ഇതുവരെ ഇത് സോൾവ് ചെയ്തിട്ടില്ല. സോ ഇത് നിങ്ങൾക്കുള്ള ഒരു ചാൻസ് ആണ് ഇത് സോൾവ് ചെയ്ത് ഈ ഒരു പ്രൈസ് മണി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇനിയും കാണാം. സോ അതിനു വേണ്ടി ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.